3 ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ആദ്യം ഇതൊന്ന് കഴുകണം, അതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 3 ഉരുളക്കിഴങ്ങ് ചിരണ്ടി കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ടിട്ട് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് നമുക്കൊരു 3-4 വിസിലടിക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് അതൊരു ഫോർക്കോ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഉടച്ചെടുക്കണം. എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ട് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പം ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂണിൻ്റേതും കുറച്ച് മതി. കടുകും ജീരകവും പൊട്ടിക്കഴിയുമ്പോൾ ഒരു പച്ചമുളക് 2ആയിട്ട് മുറിച്ച് അത് കൊടുക്കുക. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുക. കളർ മാറുമ്പോൾ ഇളക്കണം. നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 കരിയാപ്പില ചെറുതായിട്ട് അരിഞ്ഞതാണ്. വലുതായിട്ടിട്ടാൽ അതിങ്ങനെ എഴുന്നേറ്റ് നിൽക്കും. അരിഞ്ഞിടുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളിട്ടു. തീ സ്ലോയിൽ വെക്കണേ, കാരണം അധികം എണ്ണയൊന്നും ഒഴിച്ചില്ല. ഒരു ആവശ്യത്തിന് മുളക് പൊടി, എരിവനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ. എന്നിട്ട് നമ്മൾ പുഴുങ്ങി ഉടച്ച് വെച്ചിരിക്കുന്ന 3 ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതെല്ലാം ഒന്ന് ബാലൻസ് ആകാൻ ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്ത്, ചൂടുവെള്ളം ഒഴിച്ചത് പച്ചവെള്ളം ഒഴിക്കുക. മസാലയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. ഉരുളക്കിഴങ്ങ് മാഷായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മസാല റെഡിയായി. നമുക്ക് ദോശക്കല്ല് വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം. നെയ്യ് തേച്ച് കൊടുക്കാം, ക്രിസ്പി ആകാൻ വേണ്ടി. ഒരുപാട് കരിയല്ല, പിന്നെ ആ ഒരു ചുവ വരും കരിഞ്ഞതിൻ്റെ. നമ്മുടെ മസാല എടുത്ത് നമുക്ക് അകത്തോട്ട് മസാല നമ്മൾ വെച്ച് നമുക്ക് ക്രിസ്പി ആകുമ്പോൾ ദോശ മടക്കിയെടുത്ത് ഉപയോഗിക്കും. ഇവിടെ ചട്നിയോ സാമ്പാറോ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. ദോശയായ മസാല ദോശ. ചട്നി കൂട്ടിയാണ് കഴിക്കുന്നത്. മസാല നല്ലപോലെ വെച്ചു. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.